ഒരുപാട് തട്ടിപ്പ് കഥകൾ കേട്ടിട്ടുള്ള മലയാളികൾ ഏറെ ഞെട്ടലോടെ കേട്ടൊരു കേസാണ് മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ്. 2021 സെപ്റ്റംബറിലാണ് മോൻസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന്റെ രീതികളും മോൻസൺ മാവുങ്കലിന്റെ ആഡംബര ജീവിതവും ഒക്കെ കൊണ്ട് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ കേസ്. ആ കേസിൽ ഒരുപാട് പ്രമുഖരുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നു. അതിൽ പ്രധാനിയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ വരുന്ന ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസും നൽകിയിട്ടുണ്ട്. സമീപകാലത്ത് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ കേസുകളിൽ ഒന്നാണ് മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസ്. പുരാവസ്തു വിൽപ്പനക്കാരനെന്ന വ്യാജേന വിവിധ ആളുകളിൽ നിന്നും 10 കോടി രൂപയോളം മോൻസൺ മാവുങ്കൽ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 സെപ്റ്റംബറിൽ മോൻസൺ മാവുങ്കലിനെ ചേർത്തലയിലെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിനെ കുറിച്ചുള്ള കഥകൾ ഞെട്ടലോടെ മലയാളികൾ കേട്ടത്. അതായത് കൊച്ചി കലൂരിലെ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ വിവിധ പുരാവസ്തുക്കളുണ്ട് എന്ന രീതിയിൽ പിന്നീട് വാർത്തകൾ പുറത്തു വരുന്നു. ടിപ്പു സുൽത്താന്റെ സിംഹാസനം, മോശയുടെ അംശവടി, ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തപ്പോൾ യൂദാസ് സ്വീകരിച്ച 30 വെള്ളിക്കാശുകളിൽ അതിൽ 2 നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ ഉൾപ്പെടെ തൻ്റെ കൈവശം ഉണ്ട്. നിരവധി, അതായത് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടും ചില പുരാവസ്തുക്കൾ തൻ്റെ കൈവശം ഉണ്ട് എന്നായിരുന്നു ഈ മോൻസൺ മാവുങ്കലിൻ്റെ അവകാശവാദം. ഇതിനടിസ്ഥാനത്തിൽ നിരവധി ഉന്നതരായിട്ടുള്ള സമൂഹത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, പോലീസ് ഉന്നതർ ഉൾപ്പെടെ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെത്തിയിരുന്നു. ഈ ബന്ധങ്ങളും ഈ ചിത്രങ്ങളും ഉൾപ്പെടെ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ഇയാൾ വിവിധ ആളുകളിൽ നിന്നും ഇയാൾ പണം തട്ടിയിരുന്നു. മാത്രമല്ല, വിദേശത്തു നിന്നും 2,65,000 കോടി രൂപയോളം തനിക്ക് ലഭിക്കാനുള്ളത് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് വീണ്ടെടുക്കാൻ വേണ്ടി, പണം തിരിച്ചു കിട്ടാൻ വേണ്ടി തനിക്ക് ചില സാമ്പത്തികമായ ആവശ്യമുണ്ട് എന്ന് പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു പണം തട്ടിയത്. അതിലിപ്പോൾ ഈ കെ സുധാകരനെതിരെ ആരോപണം വന്നിരിക്കുന്നത്, അതായത് അന്ന് തന്നെ ഈ മോൻസൺ മാവുങ്കലിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ കെ സുധാകരൻ, അതോടൊപ്പം സംസ്ഥാനത്തെ ചില പോലീസ് ഉന്നതർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരുന്നു. കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ 25 ലക്ഷം രൂപ കൊടുത്തുവെന്ന് അനൂപ് എന്നൊരു പരാതിക്കാരൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയിലും അനൂപ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടെയാണ് കെ സുധാകരനും ഈ മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടം നേടുന്നത്. കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. അതായത് കെ സുധാകരന്റെ ഈ മോൻസൺ മാവുങ്കൽ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഇതിനുശേഷം പരാതിക്കാർ കെ സുധാകരന്റെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തുന്നു. കഴിഞ്ഞ 1 വർഷത്തോളം ക്രൈംബ്രാഞ്ച് ഈ തട്ടിപ്പ് കേസിൽ കെ സുധാകരന്റെ പങ്ക് സംബന്ധിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു. അതിനെ ഒടുവിലാണ് കെ സുധാകരനെതിരെ ഇപ്പോൾ കോടതിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കെ സുധാകരന് ഈ കേസിൽ കൃത്യമായ പങ്കുണ്ട്, ഈ തട്ടിപ്പ് കേസിൽ പങ്കുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്, ഈ തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ബുധനാഴ്ച, അതായത് ഈ മാസം 14-ാം തീയതി കെ സുധാകരനോട് കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കെ സുധാകരൻ ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.